ചർച്ച കേൾക്കുന്നവരോട് എനിക്ക് വളരെ ദയനീയമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് ജനങ്ങളോട് പറയണം, ഇത് കച്ചവടക്കാരോട് പറയണം. ഇത് ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന ആനുകൂല്യമാണ്. ഇത് വേറെ ആരും തട്ടിയെടുക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് ബില്ല് മേടിക്കുമ്പോഴും സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്, ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. പഴയ വിലയും പുതിയ വിലയും എന്ന് പറയുമ്പോൾ പഴയ വിലയുടെ മുകളിൽ കയറി പുതിയ സ്റ്റിക്കർ ഒട്ടിക്കും. ഗവൺമെന്റ് പറഞ്ഞു പറ്റില്ല. നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നെങ്കിൽ, പുതിയ വില സ്റ്റിക്കർ ഒട്ടിക്കുന്നെങ്കിൽ പഴയ വിലയുടെ മുകളിൽ ഒട്ടിക്കാൻ പാടില്ല, മാറ്റി ഒട്ടിച്ചോണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കൺസ്യൂമേഴ്സിനോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങളൊരു കടയിൽ പോയി, സൂപ്പർ മാർക്കറ്റ് ആവട്ടെ സാധാരണ കടയാവട്ടെ, വില കൂടി അല്ലെ വില കുറഞ്ഞു എന്ന് പറയുമ്പം സ്റ്റിക്കർ എവിടെയാ ഒട്ടിച്ചിരിക്കുന്നത് നോക്കണം. അതായത് പുതിയ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ പഴയ സ്റ്റിക്കർ അവിടെ കാണണം. എന്ന് പറഞ്ഞാൽ വില കൂടിയ സ്റ്റിക്കറാണ് പഴയത്, പുതിയ സ്റ്റിക്കർ വില കുറഞ്ഞതാണ്. നേരെ മറിച്ച് പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചു, പഴയ സ്റ്റിക്കർ കാണത്തില്ലെങ്കിലോ അത് തട്ടിപ്പാണ്. ചോദ്യം ചെയ്യണം, ഏത് കട കയറിയാലും ചോദ്യം ചെയ്യണം. എന്നിട്ട് പറയണം വില കുറഞ്ഞു എന്നുള്ള സ്റ്റിക്കർ ഞങ്ങൾക്കൊന്ന് കാണണം. കാരണം കൺസ്യൂമർ ഇസ് ദ കിങ് എന്നാ പറയുന്നത്, രാജാവാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കൊടുത്തിട്ടാണ് ഈ സാധനം മേടിക്കുന്നത്. അപ്പൊ അത് ഗവൺമെന്റ് തന്നിരിക്കുന്ന ആനുകൂല്യം നമ്മൾ കിട്ടിയേ പറ്റും. ഇക്കാര്യത്തില് ഗവൺമെന്റിന്, ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് എല്ലാ കടയിലും വരാൻ പറ്റും, പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് പറ്റും. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. ഇപ്പൊ ഹോട്ടലുകളിൽ വില കുറഞ്ഞിട്ടുണ്ടോ, നിത്യോപയോഗ സാധനങ്ങൾ, പാലുൽപാദനങ്ങൾ വില കുറഞ്ഞിട്ടുണ്ടോ, മരുന്നിന്റെ വില കുറഞ്ഞിട്ടുണ്ടോ, അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാനാണല്ലോ സംസ്ഥാന ഗവൺമെന്റ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, ഉറപ്പുവരുത്തണം. ജനങ്ങളിലേക്ക് ഈ തുക എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷോപലക്ഷം രൂപയുടെ വൻപിച്ച ലാഭമാണ് ഈ GST പരിഷ്കരണത്തിലൂടെ വരാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഈ കാര്യങ്ങൾ പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഇതിന്റെ ആമുഖം അവസാനിപ്പിക്കുകയാണ്. സാറേ, മറ്റൊന്നാണ് നമ്മൾക്കറിയാം, ഇപ്പോ ബാലഗോപാലൻ ധനമന്ത്രി, കേരളത്തിന്റെ ധനമന്ത്രി ആദ്യം പറഞ്ഞു കഴിഞ്ഞു 10,000-ലധികം കോടി നഷ്ടം വരുമെന്നുള്ളത്. അത് ഒരു മുൻകൂർ ജാമ്യമാണ് എന്നുള്ളത് അന്നം കഴിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. കാരണം ജനങ്ങൾക്ക് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു GST പരിഷ്കാരത്തിലൂടെ ഒരു രൂപ പോലും ജനങ്ങളിലേക്ക് എത്തരുത്, അത് സർക്കാരിന് ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റും എന്നുള്ളതിന്റെ മുൻകൂർ ജാമ്യം തന്നെയാണ്. അത്തരത്തിലൊരു അവസ്ഥ വരികയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ, നമ്മൾക്കറിയാം, രാഷ്ട്രീയം 4 നേരം മിഷ്ടാന്ന ഭോജ്യമാക്കി തിന്ന് വർഗീയതയും ഭക്ഷിച്ച് വെള്ളം കുടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അല്ലാതെ ചിന്തകളോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള അതല്ലെങ്കിൽ ബോധോദയം ഉള്ള ഒരു കാര്യവും ചെയ്യാത്ത ജനതയായി കേരള ജനത മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവുമോ, അതോ സംസ്ഥാന സർക്കാരുകൾക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ആയി മാറുമോ? എന്തായിരിക്കും സാർ അങ്ങനെ ഒരു വിശദീകരണമാണെങ്കിൽ? സാറിന്റെ നെറ്റ് കണക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു എന്നൊരു സംശയമുണ്ട്. സാർ കേൾക്കുന്നുണ്ടോ? സാർ ചോദ്യം കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചോദിച്ചത് കേട്ടിരുന്നോ? നെറ്റിന്റെ പ്രശ്നം വന്നിരുന്നു തോന്നുന്നു. ഇല്ല, കേട്ടില്ല. നെറ്റ് പ്രശ്നം ഉണ്ടായി. ഇത്രയേ ഉള്ളൂ സാർ. കാരണം ബാലഗോപാലൻ പറഞ്ഞു, ധനമന്ത്രി, കേരളത്തിന്റെ ധനമന്ത്രി മുൻകൂർ ജാമ്യമായിട്ട് തന്നെ പറഞ്ഞു, നമ്മൾക്കറിയാം 10,000 കോടിയോളം കേരളത്തിന് സംസ്ഥാന സർക്കാർ നഷ്ടം വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ GST പരിഷ്കാരം, അതിലൂടെ ജനങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഉപകാരം, അത്ര കണ്ട് വലിയൊരു ഉപകാരം, അത് എത്രത്തോളം സംസ്ഥാന സർക്കാർ തട്ടിയെടുക്കാൻ ശ്രമിക്കും എന്നുള്ളത് ബോധവാനായിക്കൊണ്ട് തന്നെ പച്ചയ്ക്ക് നമ്മുടെ ജനവിഭാഗത്തോട് പച്ചയ്ക്ക് തുറന്ന് പറയേണ്ടതില്ലേ. കാരണം സംസ്ഥാന സർക്കാർ ഇന്നിവിടെ നമ്മൾക്കറിയാം നാളിക
നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടം കഴി മണ്ണുണ്ട് എന്നൊരു പാട്ട് കേട്ട് പഠിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ആ നാളികേരത്തിന്റെ നാട്ടിൽ ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് 500-400 ഒക്കെ കഴിഞ്ഞു പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ എത്രത്തോളമാണ് ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ അറിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന വലിയൊരു സമ്മാനം, വലിയൊരു വിലക്കുറവ്, അത് എത്രത്തോളമായിരിക്കും ഈ സംസ്ഥാന സർക്കാർ തട്ടിയെടുക്കാൻ ശ്രമിക്കുക? അതിനെതിരെ എങ്ങനെയാണ് ബോധവാന്മാരാക്കുക നമ്മുടെ ജനവിഭാഗത്തെ? കാരണം ജനവിഭാഗം ഇവിടെ രാഷ്ട്രീയവും മതവും ജാതിയും ജീവിക്കുന്ന ഒരു വിഭാഗമായി കേരളത്തിന്റെ ജനവിഭാഗം മാറിയിരിക്കുന്നു. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് അതിൽ കൈ കടത്താനാവുമോ? എങ്ങനെയായിരിക്കും സർ അതിന്റെ ഒരു വിശദീകരണം കൂടി നൽകുകയാണെങ്കിൽ? ഇപ്പൊ ഒരു ഉദാഹരണമായി മിൽമ പാലിന്റെ വില കുറച്ചു എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. നല്ല കാര്യമാണ്. അപ്പൊ മിൽമ പാലിന് വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമ്പോൾ കേന്ദ്രം കൊടുത്തിരിക്കുന്ന നികുതിയുടെ ഇളവ് ജനങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പം കേരള സർക്കാരിന് അഭിമാനപൂർവ്വം പറയാം, ഞങ്ങൾ വിൽക്കുന്ന മിൽമ പാലിന്റെ വില ഇതാ കുറച്ചിരിക്കുന്നു, അതുപോലെ നിങ്ങളും കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലടക്കം സംസ്ഥാന സർക്കാർ പരസ്യം കൊടുക്കട്ടെ. അയ്യപ്പ സംഗമത്തിന് വേണ്ടി കോടികൾ മുടക്കി പരസ്യം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പരസ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ സർക്കാരിലെ രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ള നേട്ടത്തിന് വേണ്ടിയുള്ള പരസ്യം. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരസ്യം കൊടുക്കട്ടെ, സംസ്ഥാന സർക്കാർ കൊടുക്കട്ടെ. നിങ്ങൾ നോക്കൂ, കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ടല്ലോ. കേരളത്തിന്റെ തെരുവീഥികളിൽ പച്ച മലയാളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പരസ്യ പലകകൾ നമുക്ക് കാണാൻ പറ്റും, പെട്രോൾ പമ്പുകളിലൊക്കെ ഉണ്ട്. സംസ്ഥാന സർക്കാർ ഈ തരത്തിൽ പരസ്യം കൊടുക്കട്ടെ. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിച്ചതുപോലെയുള്ള ഇന്ന ഐറ്റങ്ങൾക്കെല്ലാം ഇത്ര രൂപ ടാക്സ് കുറച്ചിട്ടുണ്ട്, അതിന്റെ ആനുകൂല്യം ജനങ്ങൾ ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം സംസ്ഥാന സർക്കാർ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പ് നടക്കില്ല. അത് കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം സംസ്ഥാന സർക്കാർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെയാണ്. അത് ജനങ്ങളാണ് തിരിച്ചറിയേണ്ടത്. ജനകീയമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇതിൽ വേണ്ടത്. ഏതായാലും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരായിട്ടുള്ള ഓരോ വീട്ടിലേക്ക് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം മുതൽ ഏറ്റവും കൂടിയത് ഇപ്പൊ കാറൊക്കെ മേടിക്കുന്നവർക്കാണെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം വരെ ഉള്ള ലാഭം കൊടുത്തു കഴിഞ്ഞു. ഇനി കാറ് മേടിക്കുന്നില്ല എങ്കിൽ പോലും TV മേടിക്കുന്നുണ്ടല്ലോ, ഫ്രിഡ്ജ് മേടിക്കുന്നുണ്ടല്ലോ, AC മേടിക്കുന്നുണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ മലയാളി മേടിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അതൊക്കെ മേടിക്കുമ്പോൾ തന്നെ ഇത് ചോദിക്കണം, എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടായി എന്ന് ചോദിക്കണം. അതുപോലെ ഓരോ സാധനം, പാലുൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഹോട്ടൽ ഭക്ഷണം, അതുപോലെ ലോഡ്ജിൽ മുറിയെടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇത് ചോദിക്കണം. നമുക്കിത് അറിയാം, ഇത്ര ശതമാനമാണ്. ഈ ശതമാന കണക്കൊന്ന് കയ്യിൽ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ വീഡിയോ പലതവണയൊന്ന് കാണുക, ഞങ്ങളുടെ ഈ ചർച്ച വീണ്ടും വീണ്ടും കാണുക. അതിലെല്ലാ കണക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഹോട്ടലിൽ ചെല്ലുമ്പോൾ, ലോഡ്ജിൽ ചെല്ലുമ്പോൾ, പലചരക്ക് മേടിക്കുന്ന കടയിൽ ചെല്ലുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് പറയും, ഇത്ര ശതമാനമാണല്ലോ ഇതിന്റെ ടാക്സ്, നിങ്ങൾ എവിടെയാ കുറച്ചത് കാണിക്കൂ, അതിന്റെ സ്റ്റിക്കർ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു അവയർനെസ് മലയാളിക്കുണ്ടായാൽ നമുക്ക് ഈ ആനുകൂല്യം കിട്ടും. അതല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മളെ കബളിപ്പിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ആനുകൂല്യം മേടിക്കാൻ കഴിയുക. ഇതാണ് കേരള ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ടത്. മാന്യജനങ്ങളെ, പ്രേക്ഷകരെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് GST പരിഷ്കാരത്തിലൂടെ കേന്ദ്ര സർക്കാർ ഓരോ വീടുകളിലേക്കും, വീട്ടമ്മമാർ തുടങ്ങി കുഞ്ഞു മക്കളടക്കമുള്ള ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ ഗുണഭോക്താക്കളെ നിങ്ങൾ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ലക്ഷങ്ങളുടെ ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ രാഷ്ട്രീയവും ജാതിയും മതവും മാറ്റിവെച്ചുകൊണ്ട്, കേന്ദ്ര വിരുദ്ധത മാറ്റിവെച്ചുകൊണ്ട്, RSS BJP വിരുദ്ധത മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യം കിട്ടുമെന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം കേരളം എന്ന സംസ്ഥാനം എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്ത് വികസനം നടത്തി കഴിഞ്ഞാലും, കേരളത്തിലെ ജനങ്ങൾക്ക് ഓരോ രൂപ കൊടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് അതിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന, ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന, നാടിനെ ഒറ്റുന്ന രാജ്യദ്രോഹികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വിഭാഗമായി ഇനിയെങ്കിലും കേരള ജനത മാറാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഭരിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഗുണോപകാരപ്രദമായിട്ടുള്ള, ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക, അതിൽ കൃത്യമായിട്ടും വീക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ജയസൂര്യൻ സാർ, കൃത്യമായിട്ടും ഈ GST പരിഷ്കാരത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നു എന്നുള്ള വലിയ വിലയേറിയ വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, മാക്സിമം അത് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ എത്തിക്കാനൊന്നും നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അറിയാം. എന്നിരുന്നാലും വീണ്ടും നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ പറയുകയാണ്, കേന്ദ്ര സർക്കാർ നമ്മൾക്ക് തരുന്ന ഈ സമ്മാനം എല്ലാവർക്കും കിട്ടട്ടെ. ഇലക്ഷനോ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളോ തിരഞ്ഞെടുപ്പോ അല്ല കേന്ദ്ര സർക്കാരിന് മുൻപിലുള്ളത്. ഈ നാടിന്റെ
കേരളത്തിന്റെ നന്മയാണ് എന്നുള്ളത് മാത്രം ചിന്തിക്കാനുള്ള ശേഷി ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. ജയസൂര്യൻ സാർ, ഒരുപാട് നന്ദി ഇത്രയും വിശദ വിവരങ്ങൾ ഇത്രയും ലളിതമായി തന്നെ പറഞ്ഞു തന്നതിന്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ തൽക്കാലം ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.